ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് പോർഷൻ വെള്ളരിക്ക ഇതുപോലെ തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങയാണെങ്കിലും നമുക്ക് സെയിം രീതിയിൽ തന്നെ കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു സൈസിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞെടുത്ത വെള്ളരിക്ക ഒരു ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും കൂടി മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് അനുസരിച്ച് വേണം നമുക്ക് പച്ചമുളക് ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളരിക്കയ്ക്ക് ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ, നമുക്ക് അതുപോലെയുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചിരകിയ തേങ്ങയും കുറച്ച് ജീരകവും അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതേ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കഷ്ണമൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളരിക്കയൊക്കെ അത്ര വേവുള്ളൊരു വെജിറ്റബിൾ അല്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മിക്സിയോട് കഴുകിയിട്ട് ഒരു സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒത്തിരി അങ്ങ് നീളത്തിലുള്ളൊരു കറിയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു കുറുകിയായിരിക്കും ഇരിക്കേണ്ടത്. കാരണം ആവശ്യത്തിന് ഇതുപോലെ ആ ഒരു ഇതിൽ മതി. പിന്നെ അരപ്പും കഷ്ണവും കൂടി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എന്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ ഉടച്ചതാണ് കേട്ടോ, വെള്ളം ഒഴിക്കാതെയാണ് ഉടച്ചിരിക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നും, പക്ഷേ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കുറുകിയ രീതിയിലുള്ളൊരു കറിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തന്നെ ചീനിച്ചിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചുമലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രുചികരമായിട്ടുള്ളൊരു വെള്ളരിക്ക മോര് കറിയാണ്. ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. ചോറിനാനായിട്ട് നല്ല രസമുണ്ടാകും ഇത് കൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.